ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്ലോഗാണ്. ഞാൻ തന്നെ കുറെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് ഏറ്റവും അധികം ഇമ്പോർട്ടന്റ് എന്ന് തോന്നിയ സംഭവങ്ങളൊക്കെ വെച്ച് ഒരു മിനി വ്ലോഗാണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇപ്പൊ എനിക്ക് 37 വീക്സ് ആയി. അപ്പം ഹോസ്പിറ്റലിൽ പോകാനായിട്ട് നമ്മൾ ഈ കാണുന്ന സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി പാക്ക് ചെയ്യേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കഴിയാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് ഈ ബേബി ബെഡാട്ടോ. ഇത് ഞാൻ എന്റെ ബർത്ത്ഡേ വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ സിസ്റ്റർ എനിക്ക് ഗിഫ്റ്റ് ചെയ്ത് വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ബേബി ബെഡാട്ടോ. മോസ്കിറ്റോ നെറ്റൊക്കെ ആയിട്ട് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള പില്ലൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടുള്ള മെറ്റീരിയലാണ്. ഭയങ്കര സോഫ്റ്റാണ്. പക്ഷെ ഇത് ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുള്ള സംശയമാണ്. ഏകദേശം ഡോക്ടറിന്റെ അടുത്ത് ചോദിച്ചിട്ട് അവിടെ നമുക്ക് ഹോസ്പിറ്റൽ ബെഡിന്റെ ആവശ്യമില്ലാന്ന് ഉണ്ടെങ്കിൽ മിക്കവാറും കൊണ്ടുപോകുന്നത്. എങ്കിലും ഭയങ്കര ക്യൂട്ടായിട്ടുള്ള, ഞാൻ ഫസ്റ്റ് ക്രൈന്നാണ് അവള് എനിക്ക് ഓർഡർ ചെയ്ത് തന്നത്. പക്ഷെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആട്ടോ, സൂപ്പറാണ്. അപ്പൊ നമ്മൾ തൽക്കാലത്തേക്ക് ഇവിടെ മാറ്റി വെക്കാം. പിന്നെ ഞാൻ ബേബി പ്രോഡക്ട്സ് അധികമൊന്നും വാങ്ങിച്ചിട്ടില്ല. ആകെ ഞാൻ ഈ ടെഡി ബാറിന്റെ ബാത്തിങ് ബാറാണ്. ഇത് സോപ്പ് 100% സോപ്പ് ഫ്രീ ആണ്, സ്കിൻ ഫ്രണ്ട്ലി pH ആണ്, ഡെർമറ്റോളജി ടെസ്റ്റഡ് ആണ്. അപ്പൊ കുറെ നല്ല നല്ല റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വെച്ചിട്ടാണ് ഞാൻ ഈ ടെഡി ബാറിന്റെ ഈ ബാത്തിങ് ബാർ വാങ്ങിച്ചത്. അതുപോലെ തന്നെ അവീനോയുടെ ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ് വാങ്ങിച്ചത്. അതും ഓട്സിന്റെ ആട്ടോ, ഓട്ട് മീലിന്റെ ഒക്കെയാണ്. നല്ല റിവ്യൂസും കാര്യങ്ങളും കണ്ടുകൊണ്ട് വാങ്ങിച്ചാണ്. ഇപ്പൊ തൽക്കാലത്തേക്ക് ഞാൻ ബേബിക്ക് ഇതൊന്നും യൂസ് ചെയ്യുന്നില്ല, എങ്കിലും നമുക്ക് ആവശ്യം വരുന്നുള്ള ബേസിൽ വാങ്ങിച്ചു എന്ന് മാത്രം. അപ്പം ഇതും ഞാനിവിടെ മാറ്റി വെക്കുകയാണ് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് നമ്മളുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇതും ഫസ്റ്റ് ക്രൈ ഓർഡർ ചെയ്താണ്. ഇത് ബേബി ഹോൾഡറാണ്. അത് ഹോസ്പിറ്റലിലേക്ക് ഒരു മസ്റ്റ് ഹാവ് ഐറ്റം ആണ്. നമ്മൾ ഫസ്റ്റ് കുഞ്ഞിനെ കിട്ടുമ്പോൾ റിസീവ് ചെയ്യാനുള്ള ഒരു സംഭവം. അപ്പോൾ ഇത് ഇവിടെ വന്നിട്ട് ഒരു ആനക്കുട്ടിയുടെ ഒക്കെ പിക്ചറായിട്ട് ഭയങ്കര ക്യൂട്ടാണ്. മെറ്റീരിയൽ ഭയങ്കര സോഫ്റ്റ് ആട്ടോ. ഞാൻ മിക്കവാറും ഫസ്റ്റ് ക്രൈന്ന് ഓർഡർ ചെയ്ത എല്ലാ സംഭവങ്ങളും അടിപൊളിയാണ്. അപ്പം ഇത് കാണിച്ചാൽ ഇവിടെ സിബൊക്കെ ഉണ്ട്, ഉണ്ടോ? പിന്നെ ഇവിടെയും സിബുണ്ട്. അപ്പൊ നമ്മൾ ലേബർ റൂമിലൊക്കെ കൊച്ചിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിത് കൊടുത്തു വിടും. കാരണം നമുക്കറിയാമല്ലോ കുട്ടിക്ക് ഇൻഫെക്ഷനും കാര്യങ്ങളും ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് സേഫായിട്ട് ഇത് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റും കുഞ്ഞിന്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ ബേബി ഹോൾഡർ. നല്ല രസമുണ്ട് അല്ലേ കാണാൻ. അടുത്തായിട്ട് നമുക്ക് റിസീവിങ് ടവലാണ്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ഓരോ സിപ്പ് കവറിലാക്കിയിട്ടാണ് ഇത് വെച്ചിട്ടുള്ളത്. കാരണം പൊടിയൊന്നും തട്ടണ്ട എന്നുള്ള ബേസിൽ. പിന്നെ ഞാൻ ലേബർ റൂമിലായിരിക്കും എന്തായാലും. ബാക്കിയുള്ളവർക്കും എടുക്കാനും കൺഫ്യൂഷനും കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പം ഞാൻ ഒരു ബ്ലൂ കളറും അതുപോലെ തന്നെ ഒരു പിങ്ക് കളറാണ് ഓർഡർ ചെയ്തത്. മീഷോന്നാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ്. അപ്പം ഞാൻ ഒരെണ്ണം ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇത് നമ്മൾ ഫസ്റ്റ് കുഞ്ഞിനെ കിട്ടുമ്പോൾ പൊതിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് മീഷോന്നാണ്, അഫോർഡബിൾ റേറ്റിൽ തന്നെയാണ് കേട്ടോ അതൊക്കെ ഇട്ട്. അപ്പോൾ അത് ഞാൻ പിങ്ക് കളറും വാങ്ങിച്ചിട്ടുണ്ട്, ബ്ലൂ കളറും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഈ കവറിലാക്കി വയ്ക്കുക കേട്ടോ. കാരണം ബാക്കിയുള്ളവർക്ക് എടുത്തു തരാൻ എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഡ്രൈ ഷീറ്റാണ്. കാരണം നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ ബെഡിൽ കിടക്കുമ്പോൾ യൂറിൻ പാസ് ചെയ്യാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ ആമസോണിൽ നിന്നാണ് തോന്നുന്നു ഓർഡർ ചെയ്ത്. ഇതും ഞാൻ ബ്ലൂ കളർ പിങ്ക് കളറാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് ബാക്കിലായിട്ട് ഒരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു കോട്ടിംഗ് ആട്ടോ ഉള്ളത്. അപ്പോൾ നമ്മുടെ ബെഡും കാര്യങ്ങളൊന്നും നനയില്ല. ഇതും അത്യാവശ്യം നല്ല മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. കുറേ റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഞാൻ വാങ്ങിച്ച്. സ്മോൾ സൈസാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. ഇത് ആമസോണിൽ നിന്നാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുഞ്ഞുങ്ങൾ മോശം പോയാലോ അല്ലെങ്കിൽ മൂത്രം ഒഴിച്ചാലോ ഒന്നും നമ്മളുടെ ബെഡിന് ആകത്തില്ല. അപ്പോൾ അതാണ് വാങ്ങിച്ചിട്ടുള്ള ഐറ്റം. പിന്നെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് തോർത്ത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുളിപ്പിക്കത്തില്ല, കാരണം നമ്മൾ പൊക്കിൾ കൊടിയും എല്ലാം വീണ ശേഷം മാത്രമാണ് കുളിപ്പിക്കത്തുള്ളൂ. എങ്കിലും ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ തുടച്ചു കൊടുക്കാനും
ഒക്കെ ആയിട്ട് ഒരു കുഞ്ഞു തോർത്ത് വാങ്ങിച്ചിട്ടുണ്ട്. അതാണ്. പിന്നെ നമ്മളുടെ വീട്ടിലുള്ള മുണ്ട് യൂസ് ചെയ്ത് തന്നെ നമ്മൾ ഡയപ്പറിന് പകരം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ, ഇങ്ങനെ ഒരു 8 പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം അറിഞ്ഞുകൂടാ. അപ്പം ഞാനെങ്കിലും ഇത് കരുതി വെക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ എക്സ്ട്രാ ഒരു വൈറ്റ് കളർ മുണ്ട് കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി മേ ബി ആവശ്യം വന്നാൽ നമുക്ക് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു വൈറ്റ് കളർ മുണ്ടും എടുത്തിട്ടുണ്ട്. അഥവാ നമുക്ക് ഈ മുണ്ട് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഡയപ്പർ വാങ്ങിച്ചിട്ടുള്ളത്. ആക്ച്വലി നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഡയപ്പർ ഇഷ്യൂ ചെയ്യുന്നതാണ്. എങ്കിൽ ഞാനിത് R4 Rabbit നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതൊരു സാമ്പിൾ പാക്കാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല റിവ്യൂസും കാര്യങ്ങളും കണ്ടപ്പോൾ ഓർഡർ ചെയ്തതാണ്. പക്ഷെ മാക്സിമം നമ്മൾ ഡയപ്പർ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. മേ ബി നമുക്ക് ഹോസ്പിറ്റലിൽ ഇനി ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിലും എന്ന് വിചാരിച്ചിട്ടാണ് ഡയപ്പർ ഓർഡർ ചെയ്തത്. ഇത് ഫെദർ ഡയപ്പേഴ്സ് ആണ് R4 Rabbit. അപ്പോൾ അതും നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ കുഞ്ഞുങ്ങൾക്കുള്ള ഫേസ് ടവലാണ് കേട്ടോ. ഭയങ്കര സോഫ്റ്റ്. എനിക്കിത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായിട്ടോ. അതായത് പാലൊക്കെ കൊടുക്കുമ്പോൾ കുട്ടികളുടെ മുഖത്തൊക്കെ ആയി എന്ന് പറഞ്ഞ് നമ്മൾ തുടച്ചൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ കേട്ടോ. ഇത് ഞാൻ ഇവിടെ നിന്ന് നേരിട്ട് ഷോപ്പിൽ പോയി തന്നെ വാങ്ങിച്ചാണ്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പോൾ ഇതും ഒരു മസ്റ്റ് ഹാവ് ആയിട്ടോ കേട്ടോ. പിന്നെ ഇത് അന്നേരം ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും നമുക്ക് ആവശ്യം വരും. ഇത് ക്യാപ്പ്, മിറ്റൻസ്, നമ്മുടെ ബൂട്ടീസ് അതൊക്കെയാണ്. ഇങ്ങനെ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു പാക്കിലായിട്ടാണ് അത് വന്നിരിക്കുന്നത്. ഇത് ബ്ലൂ കളറും ഗ്രീൻ കളറും ആയിട്ടുള്ള ഒരു കോംബോ ആണ് ഞാൻ വാങ്ങിച്ചത്. ഇത് മീഷോന്നാണ് ഞാൻ ഓർഡർ ചെയ്ത്. അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല പാക്കിംഗ് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ക്യാപ്പ് ഉണ്ട് കേട്ടോ. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ക്യാപ്പാണ്. അതിൻ്റെ കൂടെ ഇതുപോലെ കുഞ്ഞു ബൂട്ടീസ് വരുന്നുണ്ട്. കുഞ്ഞിൻ്റെ കാലിലൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞു ബൂട്ടീസ് ഉണ്ട്. പിന്നെ ഉള്ളത് മിറ്റൻസാണ്. കയ്യിലൊക്കെ നമ്മൾ ഗ്ലൗസ് പോലെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിൻ്റെ ഞാൻ ഗ്രീനും ബ്ലൂ ആണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാട്ടോ. പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ഇതുപോലത്തുള്ള ജബ്ലാസ് ആണ് കേട്ടോ. അതായത് കെട്ടുടുപ്പില്ലേ, അത് ഞാൻ നമ്മളുടെ ഡിറ്റർജൻറ്റ്, ബേബി ഡിറ്റർജൻ്റ് ഒക്കെ ഉപയോഗിച്ച് വാഷ് ചെയ്ത് അയൺ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടാണ്. ഒരു 7 ഉണ്ടാവും. മതിയാവും, ഹോസ്പിറ്റലിലോട്ട് മതിയാവുമെന്ന് വിചാരിക്കുന്നു. കാരണം മാക്സിമം നമ്മൾ വൈറ്റ് കളർ കെട്ടുടുപ്പുകളാണ് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. അപ്പം ഞാൻ ഇങ്ങനെ കളർഫുൾ ആയിട്ടുള്ളതും വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ തൽക്കാലത്തേക്ക് ഞാൻ ഹോസ്പിറ്റലിലോട്ട് എടുക്കുന്നത് ഈ വൈറ്റ് കളർ കെട്ടുടുപ്പാണ്. ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാവേ. കണ്ടോ, നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനത്തെ ഒരു 7-8 ഞാൻ ഹോസ്പിറ്റലിലോട്ട് എടുക്കുന്നത് കേട്ടോ. അടുത്തായിട്ട് നമ്മൾ ബേബി വൈപ്സ് ആണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഞാൻ മദർ സ്പാർഷിൻ്റെ ബേബി വൈപ്സ് ആട്ടോ. വിത്ത് ഫ്രഷ് കുക്കുംബർ എക്സ്ട്രാക്ട്സ് ആണ്. കാരണം കൊച്ചുങ്ങളൊക്കെ മോഷനൊക്കെ പോയി എന്ന് പറഞ്ഞ് നമ്മൾ തുടച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് 98% പ്യുവർ വാട്ടർ ആണ് കേട്ടോ. അതിൽ ഉള്ളത് നോ ആഡഡ് പാരബിൻസ്, ആൽക്കഹോൾ, ക്ലോറിനും ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നല്ല പ്രോഡക്റ്റ് ആണെന്നുള്ള റിവ്യൂസ്, കുറേ റിവ്യൂസൊക്കെ ഞാൻ നോക്കി സെലക്ട് ചെയ്തൊരു സംഭവമാണ് മദർ സ്പാർഷിൻ്റെ ബേബി വൈപ്സ്. ഈ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ബേബി ഹഗിൻ്റെ ഡിറ്റർജൻ്റ് ആട്ടോ. ഇത് നമ്മൾ സാധാരണ നമ്മളുടെ സർഫും സോപ്പൊക്കെ യൂസ് ചെയ്യുന്നതിന് പകരം കുഞ്ഞുങ്ങളുടെ ഡിറ്റർജൻറ്റ് അവരുടെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പം ഞാനിവിടെ ബേബി ഹഗിൻ്റെ ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ഈ ബേബിയുടെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്തത് ഈ ഒരു സംഭവം വെച്ചിട്ടാണ്. അപ്പോൾ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ തന്നെ എടുത്തിട്ട് നമുക്ക് മാക്സിമം ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനായിട്ട് പറ്റും. ഇതൊരു 550 ml ആണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനായിട്ടുള്ള ഒരു നല്ലൊരു ഡിറ്റർജൻ്റ് ആണ്. അപ്പോൾ അതാണ് നമ്മൾ നെക്സ്റ്റ് കൊണ്ടുപോകാനായിട്ട് പോകുന്നത്. ഇത്ര നേരം
ബേബിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം നോക്കി ഏകദേശം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ കൊണ്ടുപോകുന്നുള്ളൂ. കാരണം നമ്മൾ ഒത്തിരി സാധനങ്ങൾ കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ഇൻഫെക്റ്റഡ് ആയിട്ട് അത് തിരിച്ച് കൊണ്ടുവരുന്നതിനേക്കാളും നല്ലത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് എനിക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇതുപോലെ നമുക്കൊരു ഫയൽ, നമ്മളുടെ ഹോസ്പിറ്റൽ ഡോക്യുമെന്റ്സ്, സ്കാനിങ് റിപ്പോർട്ട്, നമ്മളുടെ ID എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഫയൽ. ഇത് ഒരിക്കലും മറന്നു പോകാൻ പറ്റാത്തൊരു സംഭവമാണ്. അപ്പോൾ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫസ്റ്റ് ബാഗിൽ വെക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഫയൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വന്നിട്ട് ഞാനിതുപോലെ ഒരു സിപ്പ് കവറിലാക്കിയിട്ട് ഒരു നൈറ്റി, ഞാൻ ഫുൾ ഓപ്പൺ നൈറ്റി ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മളുടെ അണ്ടർ സ്കേർട്ട് അതുപോലെ തന്നെ ഇന്നർ വെയർ ആയിട്ട് ഒരു സെറ്റായിട്ട് വെച്ചിരിക്കും. കാരണം ലേബർ റൂമിൽ നമുക്ക് എന്തായാലും ഡെലിവറി കഴിഞ്ഞ സിസ്റ്റർമാർ ചോദിക്കും. അപ്പോൾ എടുത്തു തരാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കവറിലാക്കിയിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊരു സെറ്റായിട്ട് ഞാൻ ഫസ്റ്റ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ടോട്ടൽ 2 ഫുൾ ഓപ്പൺ നൈറ്റിയാണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. കാരണം ഞാൻ അധികം നൈറ്റി യൂസ് ചെയ്യാത്ത ആളാണ്. പക്ഷെ നമുക്ക് എന്തായാലും കൊച്ചിനെ ഫീഡ് ചെയ്യുമ്പോഴൊക്കെ നൈറ്റി അത്യാവശ്യമായിട്ട് വരും. അപ്പോൾ ഞാൻ ഫുൾ ഓപ്പൺ നൈറ്റിയാണ് ഇവിടെ ചൂസ് ചെയ്തത്. പിന്നെ നമ്മൾ 2 ഫീഡിങ് കുർത്തീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ നമ്മുടെ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. മീഷോ ഹോളിൽ വന്നിട്ട് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് സൈഡ് സിബൊക്കെ ആയിട്ട് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കുർത്തിയാണ്. നല്ല മെറ്റീരിയൽ കേട്ടോ. മീഷോ എന്നാണ്, അഫോർഡബിൾ റേറ്റിൽ തന്നെ കിട്ടുകയാണ്. അപ്പോൾ ഈ 2 കുർത്തീസ് ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ലേബർ റൂമിൽ കൊടുക്കാനായിട്ട് ഫസ്റ്റ് ഒരു സെറ്റായിട്ട് നമ്മൾ ഫുൾ ഓപ്പൺ നൈറ്റിയും സ്കേർട്ടും അതുപോലെ തന്നെ ഇന്നർ വെയർ ഒക്കെ ആയിട്ട് ഒരു സിപ്പ് കവറിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നീട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് വീണ്ടും ഒരു നൈറ്റി പ്ലസ് 2 ഫീഡിങ് കുർത്തീസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ബെഡ്ഷീറ്റാണ്. ഒരു ബെഡ്ഷീറ്റ് എടുത്തിട്ടുണ്ട്. തൽക്കാലത്തേക്ക് ഒന്ന് മതി. കാരണം ഹോസ്പിറ്റലിൽ എന്തായാലും നമ്മൾ യൂസ് ചെയ്ത് അവർ മാറ്റിക്കൊണ്ടേയിരിക്കും. അപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ഒരു ബെഡ്ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. പിന്നെ എടുത്തിട്ടുള്ളത് ഒരു വൈറ്റ് കളർ തോർത്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു ബാത്തിങ് ടവലും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലേഡീസിനൊക്കെ നമുക്ക് പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്, ഡെലിവറി ഒക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നല്ലോണം ബ്ലീഡിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഡിസ്പോസിബിൾ പീരീഡ് പാൻറ്റീസ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന പാഡിനേക്കാളും നമുക്ക് സാധാ പാൻറ്റീസ് ഇടുന്ന പോലെ തന്നെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് സജസ്റ്റ് ചെയ്ത കേട്ടോ. കാരണം ഇത് നമ്മൾ ഡെലിവറി കഴിഞ്ഞ് ആദ്യത്തെ 2-3 ദിവസങ്ങളിൽ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് ഈ പീരീഡ് പാൻറ്റീസ് എന്ന് പറയുന്നത്, ഡിസ്പോസിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഞാനിത് എവറീവിൻ്റെ പീരീഡ് പാൻറ്റീസാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അതാണ് അടുത്തായിട്ട്. പിന്നെ ഞാൻ എക്സ്ട്രാ ഒരു സ്റ്റേ ഫ്രീ കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ഒരു സ്റ്റേ ഫ്രീ കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നേഴ്സും കാര്യങ്ങളൊക്കെ ഒരു കവറിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് നമ്മൾ ടോയ്ലറ്ററീസ് ആണ്. നമ്മളുടെ സോപ്പ്, ചീപ്പ് അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പൗച്ചിലാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സിസർ വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഓൾറെഡി മുണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ആവശ്യം വരികയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും കട്ട് ചെയ്യാൻ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു സിസർ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി അടുത്തായിട്ട് നമ്മളൊരു ഹാൻഡ് സാനിറ്റൈസർ എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം കുഞ്ഞുങ്ങളൊക്കെ എടുക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധാപൂർവ്വമൊക്കെ എടുക്കണം. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സാനിറ്റൈസർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡെറ്റോളും എടുത്തിട്ടുണ്ട്. കുഞ്ഞിൻ്റെ ഡ്രസ്സ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ബേബി ഹഗിൻ്റെ ഡിറ്റർജൻറ്റ് എടുത്തിട്ടുണ്ട്. പ്ലസ് ഒരു ഡെറ്റോളിൻ്റെ ചെറിയൊരു ബോട്ടിലും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ അങ്ങനത്തെയുള്ള ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ ഇതുപോലെ ഒരു പൗച്ച്. അപ്പോൾ ഈ കാണുന്ന ഐറ്റംസ് ആണ് നമ്മൾ ഹോസ്പിറ്റൽ ബാഗിൽ പാക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒത്തിരി സംഭവങ്ങളൊന്നുമില്ല. പക്ഷെ നമുക്ക് ഏറ്റവും മസ്റ്റ് ഹാവ് എന്ന് തോന്നുന്ന സംഭവങ്ങൾ മാത്രമാണ് ഞാൻ പാക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് ഡെലിവറി അടുത്ത് നിൽക്കുന്ന അമ്മമാരാവാൻ പോകുന്ന എല്ലാ പെൺകുട്ടികൾക്കും അതുപോലെ തന്നെ ഇങ്ങനെ ഹോസ്പിറ്റൽ ബാഗിൽ എന്തൊക്കെ കൊണ്ടുപോകണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉള്ളവർക്കും വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ ബൈ.